ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ജോർജ് ടൗണിൻ്റെ മറ്റൊരു സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കേറിയ ഏരിയ ആണ്. അത്യാവശ്യം ആൾക്കാരും അതുപോലെ തന്നെ ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഈ വണ്ടി എടുത്തിട്ടായിരുന്നു കേട്ടോ ഫുൾ സ്ഥലവും കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതെന്തോ അരമണിക്കൂറിന് ഇവരെല്ലാ സ്പോട്ടും കവർ ചെയ്യും. എത്രയോ 30 റിങ്കറ്റ്സോ മറ്റോ ആണ് അരമണിക്കൂർ ടൈമിലേക്ക്. പക്ഷെ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ. ഇതിൽ പാട്ടൊക്കെ ഉണ്ടാവും. സൈക്കിളാന്ന് വെച്ച് നമ്മളങ്ങനെ പുച്ഛിക്കാനൊന്നും വേണ്ട. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് ആൾക്കാർ. അതായത് ഇവിടുത്തെ ഒരു പോപ്പുലറായിട്ടുള്ള വാളാർട്ടാണ് ആ കാണുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അവിടെ. അതായത് ഇവരൊക്കെ നിൽക്കുന്നത് മാറി മാറി ഇങ്ങനെ അടുത്താൾ എന്നുള്ള പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ കാരിക്കേച്ചർ പോലെയുള്ള കളർ ഫോട്ടോ തന്നെയാണ് അവർ വരച്ച് തരും. നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ഞങ്ങൾ ഓൾറെഡി വരച്ചത് കൊണ്ട് ഇത്തവണ വരച്ചില്ല. ഇനി ഈ കാണുന്ന ഫസ്റ്റ് ഷോപ്പിലാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി, അതായത് അതിൻ്റെ പേരാണ് കോപ്പി ലിവോക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഈ മരപ്പട്ടി, അതായത് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മരപ്പട്ടി, ഈ കോഫി ബീൻസ് മരപ്പട്ടി കഴിച്ചിട്ട് അത് ഹാഫ് ഡൈജസ്റ്റ് ആയിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്യും. ആ എക്സ്ക്രീഷനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതാണ് ഏറ്റവും ബെസ്റ്റ് കോഫി എന്നാണ് പറയുന്നത്. അത്രയും വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി കൂടിയാണ്. അത് ഈ ഷോപ്പിൽ കിട്ടും. പിന്നീട് അങ്ങോട്ടുള്ള ഈ സ്ട്രീറ്റ് മൊത്തം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. ഓരോ ഷോപ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഷോപ്പിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവരിങ്ങനെ അവർക്ക് നമ്മൾ എന്തെങ്കിലും അതിലിട്ട് കൊടുത്താൽ മതി പൈസ. അപ്പോൾ ഇവരിങ്ങനെ വഴിയിലൊക്കെ നടന്ന് കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റർടൈൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഈ സാധനം കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഞാൻ ആദ്യം വിചാരിച്ചത് ഒറിജിനലാണെന്ന്. നമ്മുടെ ഈ ചെമ്പകപ്പൂവില്ലേ നാട്ടിലെ, അപ്പോൾ ഇവിടെ ചില ആൾക്കാരൊക്കെ അധികം അത് തലയിൽ വെച്ചിട്ട് അങ്ങനെ തലയിൽ ഇങ്ങനെ ചൂടിയിട്ടൊക്കെ പണ്ടത്തെ ആ ഒരു നടിമാരുടെ ഒക്കെ സ്റ്റൈലിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യലാണത്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി എന്നല്ലാതെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. അത് ആ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ നല്ല ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ അവസരം ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ ഡ്യൂറിയാൻ്റെ ഷോപ്പിൽ കയറി കേട്ടോ. ഡ്യൂറിയാൻ എന്ന് പറഞ്ഞാൽ ഇത് കിങ് ഓഫ് ഫ്രൂട്ടാണ്. പക്ഷേ ഇത്രയും വൃത്തിയായിട്ടൊരു ഫ്രൂട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചില്ല. അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ പിന്നെ ലിഫ്റ്റിലേക്ക് ഒരാഴ്ചത്തേക്ക് ആ സ്മെല്ല് പോവില്ല. അവിടെ നിന്നൊരു കരിക്കൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മുടെ നടത്ത ഇങ്ങനെ തുടർന്നു. ഈ കരടി ഇങ്ങനെ അതിലൂടെ പോകുന്നവരൊക്കെ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പേടിപ്പിച്ചത് മറ്റേ കൂട്ടേനെയാണെങ്കിൽ ഞാനും ഒന്ന് പേടിച്ച്. ഇപ്പോൾ പിന്നെ ക്രിസ്മസൊക്കെ ആവാറായതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് ആ ഒരു ക്രിസ്മസിൻ്റെ ഡെക്കോറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുറേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഡെക്കോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പായിരുന്നു. കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ അത് നമുക്ക് അവിടെ അവർ ഇരുന്ന് ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലയാളും ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ബാഗൊക്കെ അതിന് പെയിൻറ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി.
പിന്നീട് അങ്ങോട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ഒരുപാട് നടന്ന് ഷോപ്പ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു സ്പേസാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. എനിക്കൊന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജോർജ് ടൗണിൻ്റെ ഒരു മെയിൻ പോയിൻ്റാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് സ്പോട്ട്, അത് ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഓരോ സ്ഥലത്തെ കുസീൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊക്കെ ഇത് ട്രൈ ചെയ്യാനും അത്ര വലിയ പൈസയൊന്നുമില്ല, ഒരു അഫോർഡബിൾ റേറ്റിന് സ്ട്രീറ്റ് ഫുഡ് പോലെയൊക്കെ നമുക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കഫേസും അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള കുടകൾ, അതുപോലെ നമുക്ക് നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നല്ല റഷ് ആയതുകൊണ്ട് എന്നാലും ഓരോരോ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം കുറേ സ്ഥലത്ത് നമുക്ക് ഈ ടൂറിസ്റ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റു ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ മെഹന്തി ആർട്ടിസ്റ്റുകളുണ്ടാവും, അതുപോലെ ഫോട്ടോ വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൊച്ചിയിലൊക്കെ ഈ ബിനാലൊക്കെ പോലെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കാരണം ഇവിടെ എപ്പോഴും ഒരു ബിനാലെ ടൈപ്പ് ആയിരിക്കും, എപ്പോഴും വൈബ്രൻറ്റ് കളറായിട്ട് സ്റ്റണ്ണിങ് ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സ്പേസാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള വാളാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ആൾക്കാർ അതിനോട് എൻഗേജ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ആ ഒരു സ്പേസ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ ആ ഒരു സ്പേസിനെ ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നോക്കുമ്പം വെറും പൊട്ടിയ ചുമരുകളൊക്കെ ആണെങ്കിലും പക്ഷെ അതിനെ അവർ പല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിക്കലി അതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര തവണ കണ്ടാലും അത് നമുക്ക് ഒരു മതിവരാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ കാണുമ്പോൾ നമുക്ക് അതിൽ ഓരോരിക്കൽ കാണുമ്പോൾ അതിൽ കാണുന്ന ചിത്രങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അത് കൂടുതൽ ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ കുറയും ഒക്കെ ചെയ്യും. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടാണ് ബോയ് ഓൺ എ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ ടീഷർട്ട് അങ്ങനെ പെനാങ് എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇത്തരത്തിലുള്ള വാൾ ആർട്സിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു സ്ഥലത്തിന് ഡിഫറെൻ്റ് ആക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഏകദേശം ഈ ഒരു സെക്ഷൻ കവർ ചെയ്തിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് ഇവിടുത്തെ ഫേമസ് ആയിട്ട് പിന്നെ നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജോർജ് ടൗണിലെ തന്നെ പണ്ടത്തെ ഫയർ സ്റ്റേഷനാണ്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഗൈസ് സെൻട്രൽ ഫയർ സ്റ്റേഷൻ. അപ്പോൾ ഇത് നമ്മളൊരു എഫക്റ്റിന് വേണ്ടി പുകയിട്ടതൊന്നുമല്ല, അവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് എനിക്കൊന്ന് ഈ കൊതുകിനെ കൊല്ലുന്ന പോലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ പുകയിട്ടതായിരിക്കും. കാരണം ഇപ്പം മലേഷ്യയിൽ മഴ സീസണാണ്, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനും പുകയ്ക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജോർജ് ടൗൺ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടുകളൊക്കെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.